സംഘർഷം അമേരിക്കയെ വൻതോതിൽ ദുർബലപ്പെടുത്തിയെന്ന പ്രമുഖ റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗം തോമസ് മാസിയുടെ രൂക്ഷ വിമർശനം അമേരിക്കൻ രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര നയതന്ത്ര തലത്തിലും കടുത്ത കൊടുങ്കാറ്റ് സൃഷ്ടിച്ചിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയങ്ങളെയും സൈനിക ഇടപെടലുകളെയും ചോദ്യം ചെയ്തുകൊണ്ട് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്ന ഈ ശബ്ദം വാഷിംഗ്ടണിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അനാവശ്യമായ യുദ്ധത്തിൽ ഇടപെട്ടതിലൂടെ അമേരിക്കയുടെ സൈനിക വിഭവങ്ങൾ വൻതോതിൽ ചോർന്നുപോയെന്നും രാജ്യം കടുത്ത സാമ്പത്തിക കടക്കണിയിലേക്ക് കൂപ്പുകുത്തിയെന്നാണ് മാസി പരസ്യമായി കുറ്റപ്പെടുത്തിയത്. യുദ്ധം കാരണം രാജ്യത്തെ തന്ത്രപ്രധാനമായ എണ്ണശേഖരം നിഷ്പ്രഭമാകുകയും അമേരിക്കക്കാരുടെ ആഭ്യന്തര ആവശ്യങ്ങൾ അവഗണിക്കപ്പെടുകയും ചെയ്തതായി അദ്ദേഹം തുറന്നടിച്ചു. ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് സംഭവിച്ച സാമ്പത്തിക സൈനിക നഷ്ടങ്ങൾ ഇസ്രയേലിനു വേണ്ടി മാത്രം സഹിച്ചതാണെന്ന തോമസ് മാസിയുടെ സ്ഫോടനാത്മകമായ പ്രസ്താവനയാണ് ഇപ്പോൾ US രാഷ്ട്രീയത്തിൽ വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നത്. പശ്ചിമേഷ്യയിൽ വാഷിംഗ്ടൺ പിന്തുടരുന്ന തന്ത്രങ്ങളുടെ ആധികാരികതയെയും യുദ്ധത്തിന്റെ യഥാർത്ഥ ചെലവുകളെയും ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾക്ക് ഇത് വീണ്ടും തിരികൊളുത്തി. ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയങ്ങളെ നേരത്തെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുള്ള അപൂർവം റിപ്പബ്ലിക്കൻ നേതാക്കളിൽ ഒരാളാണ് തോമസ് മാസി. വിവാദപരമായ ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടുന്ന വിഷയം ഉൾപ്പെടെ നിരവധി തന്ത്രപ്രധാന കാര്യങ്ങളിൽ ട്രംപിന്റെ നിലപാടുകൾക്കെതിരെ മാസി പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഡെമോക്രാറ്റുകൾ ജനപ്രതിനിധി സഭയിൽ കൊണ്ടുവന്ന ടെഹ്റാനുമേലുള്ള US സൈനിക ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന പ്രമേയത്തെ പിന്തുണച്ചു വോട്ട് ചെയ്ത വ്യക്തി കൂടിയാണ് തോമസ് മാസി. സ്വന്തം പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടുകളെ കാറ്റിൽ പറത്തി ഡെമോക്രാറ്റുകളുമായി കൈകോർക്കാൻ അദ്ദേഹം മടിച്ചില്ല എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ദീർഘകാലമായി തുടരുന്ന ഇറാഖ് അഫ്ഗാനിസ്ഥാൻ യുദ്ധങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു മധ്യപൂർവേഷ്യൻ സൈനിക സംഘർഷത്തിലേക്ക് അമേരിക്ക പണമൊഴുക്കുന്നത് രാജ്യത്തെ സാധാരണക്കാരായ നികുതിദായകരോട് ചെയ്യുന്ന വഞ്ചനയാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. രാജ്യത്തിനുള്ളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാമ്പത്തിക ഉത്തേജനത്തിനും പണമില്ലാതിരിക്കുമ്പോഴാണ് വിദേശ യുദ്ധങ്ങൾക്കായി കോടിക്കണക്കിന് ഡോളർ പെന്റഗൺ ചെലവഴിക്കുന്നത്. ഇറാൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും സൈനിക താവളങ്ങൾ സംരക്ഷിക്കാനും അമേരിക്കൻ സൈന്യത്തിന് വൻതോതിൽ അത്യാധുനിക മിസൈലുകളും പ്രതിരോധ സാമഗ്രികളും ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് US-ന്റെ സ്വന്തം സൈനിക ആയുധ ശേഖരത്തിൽ വലിയ കുറവുണ്ടാക്കിയെന്ന മാസി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ആശങ്കപ്പെടുന്നു. യുദ്ധഭീഷണിയും ചെങ്കടലിലെയും പേർഷ്യൻ ഉൾക്കടലിലെയും തടസ്സങ്ങളും കാരണമാണ് ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയർന്നത്. ഇത് നിയന്ത്രിക്കാൻ തന്ത്രപ്രധാന എണ്ണശേഖരം വിപണിയിലേക്ക് തുറന്നുവിടാൻ അമേരിക്ക നിർബന്ധിതരായി. ഇത് രാജ്യത്തിന്റെ ഭാവി ഇന്ധന സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കാനല്ല, മറിച്ച് ഇസ്രയേലിന്റെ സുരക്ഷാ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണെന്ന വാദം റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപിന്റെ സ്വന്തം മുദ്രാവാക്യത്തിന് വിരുദ്ധമാണ് ഈ യുദ്ധമെന്ന് മാസി വാദിക്കുന്നു. തോമസ് മാസിയുടെ ആരോപണങ്ങൾ രാഷ്ട്രീയ എതിരാളികളായ ഡെമോക്രാറ്റുകൾ വൻതോതിൽ ആയുധമാക്കുന്നുണ്ട്. ട്രംപിന്റെ അവിവേകപരമായ വിദേശ നയം അമേരിക്കയെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തുകയും സാമ്പത്തികമായി തകർക്കുകയും ചെയ്തുവെന്ന ഡെമോക്രാറ്റിക് നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. ടെഹ്റാൻ ഭരണകൂടം അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങാൻ വിസമ്മതിക്കുകയും തിരിച്ചടികൾ കടുപ്പിക്കുകയും ചെയ്തതോടെയാണ് US വിദേശ നയം കൂടുതൽ പ്രതിസന്ധിയിലായത്. യുദ്ധം കൊണ്ട് ഇറാനെ വേഗത്തിൽ കീഴടക്കാമെന്ന വാഷിംഗ്ടണിന്റെ കണക്കുകൂട്ടലുകൾ പൂർണ്ണമായും പാളിപ്പോയ അവസ്ഥയിലാണ്. സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പുകൾ ഉയരുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ട്രംപിനും റിപ്പബ്ലിക്കൻ പാർട്ടിക്കും വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. യുദ്ധത്തെ പിന്തുണയ്ക്കുന്ന പരമ്പരാഗത വലതുപക്ഷ നിലപാടുകൾക്കെതിരെ സാധാരണ അമേരിക്കൻ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ശക്തമാണ്. അനാവശ്യ വിദേശ ഇടപെടലുകൾ അവസാനിപ്പിച്ച് അമേരിക്കൻ സാമ്പത്തിക രംഗം മെച്ചപ്പെടുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ മാസിയുടെ പ്രസ്താവനകളെ പിന്തുണയ്ക്കുന്നുണ്ട്. വിദേശ യുദ്ധങ്ങളിൽ നിന്ന് അമേരിക്ക പിന്മാറണമെന്ന മാസിയുടെ നിലപാടിന് ജനപ്രീതി വർദ്ധിച്ചു വരികയാണ്. US പാർലമെന്റിൽ പ്രമേയം പാസാക്കാൻ ഡെമോക്രാറ്റുകൾക്കൊപ്പം ചില റിപ്പബ്ലിക്കൻ അംഗങ്ങൾ കൂടി ചേർന്നത് ഭരണകൂടത്തിന്റെ സൈനിക തീരുമാനങ്ങൾക്ക് മേൽ നിയമനിർമ്മാണ സഭയ്ക്കുള്ള അധികാരം വീണ്ടെടുക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് കാണപ്പെടുന്നത്. പശ്ചിമേഷ്യയിലെ US സൈനിക സാന്നിധ്യം കുറയ്ക്കണമെന്ന ആവശ്യം ഭരണകേന്ദ്രങ്ങളിൽ ശക്തമാകാൻ ഈ സംഭവം വഴിവെച്ചു. ദീർഘകാല യുദ്ധങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും വായ്പാ ശേഷിക്കും വരുത്തിവെച്ച ആഘാതം വലുതാണെന്ന പാർലമെന്ററി ചർച്ചകൾ അടിവരയിടുന്നു. അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കൻ ശക്തി കുറയുന്നു എന്ന ധാരണ ഉണ്ടാക്കാൻ മാസിയുടെ വെളിപ്പെടുത്തലുകൾ ഇടയാക്കിയിട്ടുണ്ട്. ഇറാന് തടയിടാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ലെന്ന ധാരണ എതിരാളികളായ റഷ്യയ്ക്കും ചൈനയ്ക്കും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. ട്രംപ് ഭരണകൂടം പശ്ചിമേഷ്യയിൽ നടപ്പിലാക്കുന്ന നയങ്ങൾ അമേരിക്കയുടെ ദീർഘകാല തന്ത്രപ്രധാന താൽപര്യങ്ങൾക്ക് ഹാനികരമാണെന്ന മാസിയുടെ വിമർശനം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഭാവി വിദേശ നയ രൂപീകരണത്തെയും വലിയ രീതിയിൽ സ്വാധീനിച്ചേക്കാം. അമേരിക്കൻ വിദേശ നയത്തിലെ ഇസ്രായേൽ സ്വാധീനത്തെക്കുറിച്ച് പരസ്യമായി സംസാരിക്കാൻ മുൻപ് പല രാഷ്ട്രീയ നേതാക്കളും
മടിച്ചിരുന്നെങ്കിൽ മാസിയുടെ പ്രസ്താവന ആ വിഷയത്തിലുള്ള തുറന്ന ചർച്ചകൾക്ക് അമേരിക്കൻ കോൺഗ്രസിൽ വഴി തുറന്നിരിക്കുകയാണ്. യുദ്ധവും പണപ്പെരുപ്പവും കാരണം സാധാരണ അമേരിക്കക്കാരുടെ ജീവിത ചെലവ് വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ അമർഷം വോട്ടായി മാറുമോ എന്ന ഭയത്തിലാണ് ട്രംപ് ക്യാമ്പ്. തോമസ് മാസിയെ പോലുള്ള ജനപ്രിയ നേതാക്കളുടെ എതിർപ്പ് അവഗണിക്കുക അവർക്ക് എളുപ്പമല്ല. തോമസ് മാസിയുടെ രൂക്ഷമായ വെളിപ്പെടുത്തലുകൾ ഇറാൻ യുദ്ധത്തെക്കുറിച്ചുള്ള ആഗോള വീക്ഷണത്തെയും അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തെയും ഒരുപോലെ കീഴ്മേൽ മറിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സൈനിക ഇടപെടലുകൾ അവസാനിപ്പിക്കാൻ അമേരിക്കൻ ഭരണകൂടത്തിന് മേൽ വരും ദിവസങ്ങളിൽ കടുത്ത സമ്മർദ്ദമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.